എല്ലാവർക്കും നമ്മുടെ ഒരു അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ പറമ്പിൽ പോവുകയാണ് കേട്ടോ. ആ പറമ്പിൽ കപ്പയുണ്ട്, കപ്പ പറിക്കാനായിട്ടാണ് പോകുന്നത്. ഇന്ന് എല്ലും കപ്പയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറമ്പിൽ പോയപ്പം അവിടെ കുറേ കപ്പയുടെ ചോട് എലി മാന്തി ഇട്ടിരിക്കുന്ന കണ്ടേ. അപ്പോൾ ആ കപ്പയുടെ ചോട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാന്തി നോക്കി കേട്ടോ. അപ്പോൾ അതിനകത്ത് രണ്ട് കഷ്ണം കപ്പയാണ് കിട്ടിയത്. രണ്ട് ചോട്ടിലും അതേപോലെ തന്നെ 2 കഷ്ണം കപ്പ മാത്രമേ ഉള്ളായിരുന്നേ. പിന്നീട് നോക്കുമ്പോൾ വേറൊരു സ്ഥലത്തും അതുപോലെ എലി മാന്തിയിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കപ്പ ഉള്ളിലോട്ട് പോയിരിക്കുമായിരുന്നേ. അപ്പോൾ അത് കത്തി വെച്ച് തോണ്ടി എടുക്കുവാണേ. ഒത്തിരി പരിശ്രമിച്ചു കേട്ടോ ആ കപ്പ എടുക്കാനായിട്ട്. മണ്ണിൻ്റെ അടിയിലോട്ടായിരുന്നേ. ഒത്തിരി നേരം കഷ്ടപ്പെട്ടിട്ടാണ് ആ കപ്പ എടുത്തത്. നമ്മുടെ അട്ടപ്പാടിയിൽ കൂടുതൽ ആൾക്കാരും കൃഷിയാട്ടോ ചെയ്യുന്നത്. വാഴക്കൃഷിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ കപ്പയും കൂടെ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അട്ടപ്പാടിയിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം വന്യമൃഗങ്ങളുടെ ശല്യമാണ് കേട്ടോ. കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ മിക്ക കൃഷിയിടങ്ങളും കാട്ടാനയും പന്നിയും മാനും ഒക്കെ നശിപ്പിക്കാറുണ്ട്. ആ കപ്പയും കൂടെ തോണ്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ ആകെ കുറച്ച് കപ്പയുള്ളായിരുന്നു. അത് തികയാത്തതുകൊണ്ട് ഞങ്ങൾ വേറൊരു കപ്പയും കൂടെ പറിച്ചേ. ആ കപ്പ പറിക്കാനും കുറേ നേരം പരിശ്രമിച്ചു കേട്ടോ. കത്തി വെച്ച് തോണ്ടിയും കുറേ നേരം പരിശ്രമിച്ചിട്ടാണ് ആ കപ്പയും കിട്ടിയത്. ആ കപ്പയും കൂടെ പറിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയേ. വീട്ടിലെത്തിയതിന് ശേഷം അമ്മ കപ്പ നേരാക്കുവാണേ, കപ്പയും എല്ലും വെക്കാനായിട്ട്. കപ്പയെല്ലാം പൊളിച്ചതിന് ശേഷം അരിഞ്ഞെടുക്കുവാണേ. എല്ലാ കപ്പയും അരിഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകിയെടുത്ത് അടുപ്പിലേക്ക് വേവാനായിട്ട് വെച്ചു കേട്ടോ. നന്നായിട്ട് തിള വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തേ. ഉപ്പിട്ട് തിളച്ചതിന് ശേഷം അത് ഊറ്റുവാണ് കേട്ടോ. എന്നിട്ട് വെള്ളം തോരാനായിട്ട് വെക്കുവാണേ കപ്പ. പിന്നീട് ഇറച്ചിക്ക് വേണ്ട സവോള അരിയുവാണേ. അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ. പിന്നീട് ഇറച്ചി നല്ലതുപോലെ കഴുകി വാരിയെടുക്കുക കേട്ടോ. എന്നിട്ടൊരു പാത്രം അടുപ്പിലോട്ട് വെച്ച് എണ്ണ ഒഴിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുവാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്.
എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നു. സവോള പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. അപ്പോൾ പെട്ടെന്ന് സവോള മൂത്ത് കിട്ടും കേട്ടോ. പിന്നീട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുവാണേ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണേ. ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു കേട്ടോ. പിന്നീട് അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണേ. ഇനി കഴുകി വാരി വെച്ചിരിക്കുന്ന ഇറച്ചി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം അടച്ചു വെക്കുവാണ് കേട്ടോ, ഇറച്ചി വേവാനായിട്ട്. നന്നായിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കപ്പയ്ക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുവാണേ. പിന്നെ വെള്ളം തോരാനായിട്ട് വെച്ചിരിക്കുന്ന കപ്പയും കൂടെ അതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അടുപ്പിൽ തന്നെ അടച്ച് വെക്കണേ. പിന്നീട് പുറത്തെടുത്ത് തുടുപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. സ്വാദിഷ്ടമായ കപ്പയിലും റെഡിയായിട്ടുണ്ട്. ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ കാണാവേ.